ഹലോ ഓൾ. അപ്പം നമ്മളിന്ന് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നുള്ള പോർഷനാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഈ സിലബസ് ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. അതിൽ നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്: ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ്, ലെറ്ററിംഗ്, ഡയമെൻഷൻ ആൻഡ് സ്കെയിൽ, പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ. അപ്പോൾ ഇത്രയും 10 മാർക്സിനുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിനെ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് ആണ്, അല്ലെ? നമ്മുടെ ഡ്രോയിങ് വരയ്ക്കാനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡ്രോയിങ് ഷീറ്റ് പല സൈസിലുണ്ട്. ഓക്കെ, ഇനി ഈ ഡ്രോയിങ് ഷീറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്, ഈ ഡ്രോയിങ് ഷീറ്റിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് അത് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് IS 10711-2001. ഓക്കെ, ഡ്രോയിങ് ഷീറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ഏതാണ്? ഇറ്റ് ഈസ് IS 10711-2001. ഇനി ഫോൾഡിംഗ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ആണെങ്കിലോ? ഫോൾഡിംഗ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന IS കോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് IS കോഡ് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 11664-1986. ഓക്കെ, അപ്പൊ ഇത് രണ്ട് കോഡും നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ ഒരു ഡ്രോയിങ് ഷീറ്റ്, അല്ലെ? അപ്പൊ ഈ ഒരു ഡ്രോയിങ് ഷീറ്റിന് ഞാനിപ്പോൾ ഒരു A4 സൈസിലുള്ള ഡ്രോയിങ് ഷീറ്റാണ് വരച്ചേക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഡ്രോയിങ് ഷീറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ലെങ്ത് ആൻഡ് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ലെങ്തും വിഡ്ത്തും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി PSCക്ക് മിക്കവാറും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ്? എന്താണ് വാട്ട് ഈസ് ദ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ? ലെങ്ത് ഈസ് ടു വിഡ്ത്ത് എത്രയാണ്? ഇറ്റ് ഈസ് √2:1. ഓക്കെ, ഇത് തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. അതായത് വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോയും ചോദിച്ചിട്ടുണ്ട്, ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോയും ചോദിച്ചിട്ടുണ്ട്. സോ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എത്രയാണ്? √2:1. ഓക്കെ, അപ്പൊ L/W എന്ന് പറയുന്നത് എത്രയാണ്? √2:1. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം √2ന്റെ വാല്യൂ എത്രയാണ്? 1.414:1 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് മനസ്സിലായല്ലോ. നമ്മുടെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? √2:1 ആയിരിക്കണം ഡ്രോയിങ് ഷീറ്റിന്റെ. ഇനി നമുക്ക് അറിയാം, ഇതിപ്പോ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് എന്താണ്? ഒരു A4 സൈസ് ആണ്, അല്ലെ? നമുക്ക് ഇതേപോലെ A0 ഉണ്ട്, A1, A2, A3, A4, A5 ഇങ്ങനെ നമുക്ക് പല സൈസിൽ നമുക്ക് എന്തുണ്ട്? ഡ്രോയിങ് ഷീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഓരോ ഡ്രോയിങ് ഷീറ്റിന്റെയും എന്ത് പഠിക്കണം? ആ ഒരു ഡയമെൻഷൻസ് എത്രയാണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ ഓരോ ഡ്രോയിങ് ഷീറ്റിന്റെയും ഡയമെൻഷൻസ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് നമുക്കൊരു ടേബിൾ വരയ്ക്കാം. ഇവിടെ ആയിട്ട് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ്. ദെൻ നമ്മുടെ ഫസ്റ്റ് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് A0 സൈസ് ആണ്. ഓക്കെ, A0 സൈസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഡ്രോയിങ് ഷീറ്റ്. ഇതിന്റെ ട്രിംഡ് സൈസ്, നമുക്ക് ട്രിംഡ് സൈസും പഠിക്കാനുണ്ട്, അൺട്രിംഡ് സൈസും പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് ട്രിംഡ് സൈസ് ഇൻ mm പറയുന്നത്. അതായത് വിഡ്ത്ത് ബൈ ലെങ്ത്, ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയാറ്. ഓക്കെ, ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എത്രയാണ്? ഇറ്റ് ഈസ് √2:1. ഇനി നമ്മൾ ഇവിടെ സൈസ് വരുന്ന വിഡ്ത്ത് ബൈ ലെങ്ത് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സൈസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രിംഡ് സൈസും ഉണ്ട്, നമുക്ക് അൺട്രിംഡ് സൈസും ഉണ്ട്. ട്രിംഡും ഉണ്ട്, പിന്നെന്താ ഉള്ളത്? നമുക്ക് അൺട്രിംഡ് സൈസും ഉണ്ട്. ഓക്കെ, അൺട്രിംഡ് സൈസ് ഇൻ mm. ഓക്കെ, അവിടെയും നമ്മൾ വിഡ്ത്ത് ബൈ ലെങ്ത് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ?
അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഏതായിരുന്നു? നമ്മുടെ A0 സൈസ് ആയിരുന്നു അല്ലെ. A0 സൈസിന്റെ trimmed സൈസ് എന്ന് പറഞ്ഞിട്ട് ഈസ് 841 by 1189 mm. ഓക്കെ, അൺട്രിംഡ് സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 880 by 123 mm. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ്, എല്ലാം നമുക്ക് നമ്പേഴ്സ് ആണ്. സോ നമ്പേഴ്സ് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ ട്രിംഡ് സൈസിൽ 841 പകരം അൺട്രിംഡിൽ വന്നപ്പോൾ എന്തോന്നു 880 വന്നു അല്ലെ. ഇനി 1189 പകരം ഇറ്റ് ഈസ് 123 എന്ന് വന്നു. ഓക്കെ, അപ്പൊ എല്ലാം നമ്പേഴ്സ് ഒക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ അടുത്ത് വരുന്നത് A0 സൈസ് നമ്മൾ കണ്ടു. അടുത്ത് വരുന്നത് നമ്മുടെ A1 സൈസ് ആണ്. ഓക്കെ, A1 സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഏകദേശം ഈ 1189ന്റെ പകുതി എത്രയാണ്? ഇറ്റ് ഈസ് 594 by ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്, ദാറ്റ് ഈസ് 841. ഓക്കെ അല്ലേ? ഇനി ഇവിടെ അൺട്രിംഡ് സൈസിൽ വരുമ്പോഴോ ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോ 880 അത് അതേപോലെ തന്നെ വരും. അതാണ് ലെങ്തിന്റെ വാല്യൂ. ഓക്കെ, ദെൻ ഇവിടെ വരുന്നത് 625. ഓക്കെ, സോറി, അൺട്രിംഡ് സൈസ് ഓഫ് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ഇവിടെ 1230 ആണ് കേട്ടോ, 1230, 0 വിട്ടുപോയി. സോ 880 by 1230. ഇനി നമ്മുടെ അടുത്ത ഇത് വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഇറ്റ് ഈസ് നിയർലി അതിന്റെ ഒരു പകുതി പോലെ വരുന്ന ഒരു വാല്യൂ ആണ്, ദാറ്റ് ഈസ് 615 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ എഴുതുന്നത് 625. ഓക്കെ, സോ ഇതാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ A1ന്റെ സൈസ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമുക്ക് വേണ്ടത് എന്താണ്? A2 എന്ന് പറയുമ്പോഴത്തേക്ക് അഗൈൻ ഈ 840 ഏതാണ്ട് ഈ 841ന്റെ പകുതി, ഏതാണ്ട് എന്ന് ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾക്കൊന്ന് ആ ഒരു റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ സോ 420 by ഇനി ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെ ഇങ്ങോട്ട് എഴുതുക, 594. ഓക്കെ, ഇനി അൺട്രിംഡ് സൈസിൽ വരുമ്പോഴത്തേക്കും എത്രയാണ് വരുന്നത് എന്ന് വെച്ചാൽ 450. ഓക്കെ, 880യിൽ നിന്ന് 440 ആണ് വരേണ്ടിയിരുന്നത്, ബട്ട് 450 ഡിവൈഡഡ് ബൈ 625. കറക്റ്റ് പകുതി എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ഓർക്കാനായിട്ട് പറയുന്നതാണ് കേട്ടോ. സോ A2 സൈസായി. ഇനി നമുക്ക് ഉള്ളത് ഏതാണ്? നമ്മുടെ A3 സൈസ്. A3 സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അഗൈൻ ഞാൻ സൈസ് മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ തന്നെ നമ്പേഴ്സ് റിലേറ്റ് ചെയ്യുക. 297 by 420. ദെൻ അൺട്രിംഡ് സൈസ് വരുമ്പോഴത്തേക്കും 330 by 450. ദെൻ അടുത്ത് വരുന്നത് A4 വരുമ്പോൾ 210 by 297. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കും 240 by 330. ദെൻ A5 സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് 148 by 210 and 165 by 240. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ